അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിയൈദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിനിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് അഥവാ ഹുജറ ഷരീഫ, അവിടുത്തെ വിശുദ്ധമായ തിരു ശരീരം അടക്കം ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ പവിത്രമായ ഖബറിനടുത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വളരെ വിശാലമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ് നേരത്തെ ഈത്തപ്പന മടൽ കൊണ്ട് നിർമ്മിച്ച കമ്പികൾ കൊണ്ട് ആവരണം ചെയ്ത മറ മാത്രമായിരുന്നു അതിൻ്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്നത്. മഹാനവറുകൾ അധികാരമേറ്റതിന് ശേഷം പുനർനിർമ്മാണം നടത്തി ഈത്തപ്പന മടലിന് പകരം ഇഷ്ടികളെ കൊണ്ട് മഹാനവറുകൾ ഭിത്തി നിർമ്മിച്ചു. പിന്നീട് മഹാനായ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ചുമർ നിർമ്മാണം നടത്തുകയുണ്ടായി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് ഹുജറ ഷരീഫയുടെ പുനർനിർമ്മാണം കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചത്. ഹിജ്റ 81 ഇത് പൂർത്തിയായത്. അതിനുശേഷം അദ്ദേഹം പഞ്ചകോണാകൃതിയിലുള്ള ഭിത്തി നിർമ്മിച്ചു. അതിന്മേലാണ് ഇന്ന് ഖില്ല തൂക്കിയിട്ടിരിക്കുന്നത്. പഞ്ചകോണ ഭിത്തി 5 കോണുകളിലായിട്ട് മഹാനവറുകൾ നിർമ്മിക്കാനുള്ള കാരണം, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിർമ്മിക്കാനുള്ള കാരണം, വിശുദ്ധ കഅബയോട് അത് സാദൃശ്യമാകാതിരിക്കാൻ, കഅബയെ അഭിമുഖീകരിക്കുന്നത് പോലെ ജനങ്ങൾ അതിനെ അഭിമുഖീകരിക്കാതിരിക്കാനും വേണ്ടിയാണ്. ഇതിൻ്റെ വലിപ്പം പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 6.5 മീറ്റർ പൊക്കത്തിലാണുള്ളത്. വ്യത്യസ്ത ഭാഗങ്ങളിലായിക്കൊണ്ട് 6 മീറ്റർ മുതൽ 8.5 മീറ്റർ വരെ ആ ചുമരിൻ്റെ നീളമുണ്ട്. 5 ഭുജം, 5 ഭാഗത്ത് ഈ രീതിയിൽ 8.5-യും അതുപോലെ 8-ഉം 7-ഉം 6-ഉമെല്ലാമായിട്ടാണ് അതിൻ്റെ നീളം കിടക്കുന്നത്. ആ പഞ്ചകോണ ഭിത്തി അന്ന് നിർമ്മിച്ചത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു. എന്നാൽ അതിന് ചുറ്റുമായി പിന്നീട് ഒരു മഖ്സൂറ ഷരീഫ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മഖ്സൂറ ഷരീഫ ആവിഷ്കരിച്ചത് റുക്നുദ്ദീൻ ബൈബർസ് ചക്രവർത്തി ഹിജ്റ 668 ആയിരുന്നു. 2 പൊക്കത്തിൽ തടിയിലായിരുന്നു അത് നിർമ്മാണം നടത്തി. പിന്നെ ഹിജ്റ 698 സൈനുദ്ദീൻ കത്ബഗ മൻസൂർ ചക്രവർത്തി അതിനു ചുറ്റും പുതുതായി ജാലകം നിർമ്മിച്ചു. പള്ളിയുടെ മേൽക്കൂര വരെ അത് പൊക്കുകയും ചെയ്തു. തടി നിർമ്മിതമായ ഈ മഖ്സൂറ 886 അഗ്നിക്കിരയാകുകയും കായിത്താബി ചക്രവർത്തി ചെമ്പിന്റെയും ജാലകങ്ങൾ അതിന് നിർമ്മിക്കുകയും ചെയ്തു. മഖ്സൂറ ഷരീഫ സയ്യിദ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെയും സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ വീടുകൾക്കിടയിൽ ഇരുമ്പ് വലയുടെ ഒരു മറയുണ്ട്. അപ്പോൾ വടക്ക് വശത്ത് ഹുജറ ഷരീഫയുടെ ത്രികോണ മുറ്റത്തുള്ള അങ്കളം സ്വന്തമായൊരു മുറി പോലെയാണ് ഇപ്പോൾ ഉള്ളത്. മഖ്സൂറ ഷരീഫിക്ക് 4 കവാടങ്ങളാണുള്ളത്. തെക്ക് ബാബു തൗബ, പടിഞ്ഞാറ് ബാബുൽ വുഫൂദ്, കിഴക്ക് ബാബു ഫാത്തിമ, വടക്ക് ബാബു തഹജ്ജുദ്. ബാബു ഫാത്തിമയ്ക്കുള്ള ബാക്കി കവാടങ്ങളെല്ലാം അടച്ചു പൂട്ടിയ അവസ്ഥയിലാണ്. ബാബു ഫാത്തിമ വിശിഷ്ട വ്യക്തികൾക്കും ഔദ്യോഗിക പ്രതിനിധികൾക്കും വേണ്ടി മാത്രം തുറക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരാൾ വിശുദ്ധമായ ഹുജറ ഷരീഫിലേക്ക് എത്താൻ വേണ്ടി വന്നാൽ തന്നെ ഈ
ബാബു ഫാത്തിമയിലൂടെ മക്സൂറ ഷരീഫയുടെ ഉള്ളിലേക്ക് മാത്രമാണ് എത്തുന്നത്. അതിന് ഉള്ളിലുള്ള ആ ഭിത്തിയുടെ ഉള്ളിലേക്ക് കവാടങ്ങളെല്ലാം അടക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഒരാൾക്ക് മുത്തനബിയുടെയും അവിടുത്തെ സന്തത സഹചാരികളായ രണ്ട് മഹാന്മാരുടെയും അടുത്തേക്ക് ഒരിക്കലും നേരിട്ട് എത്താൻ സാധിക്കുകയില്ല എന്നാണ് ചരിത്രം വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചരിത്രത്തിലൂടെ പരിധിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. മക്സൂറ ഷരീഫയിൽ തന്നെ വിശിഷ്ട വ്യക്തികൾക്ക് മാത്രമാണ് അവിടേക്ക് ചെല്ലാൻ കഴിയുക. ബാക്കിയുള്ളവർക്ക് അതിലേക്കും എത്താൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വശം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ആ ഹബീബ് ലോകം മുഴുവനും നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും തുറദാലയ്യ അഅ്മാല ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ മറകളിട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുദർശനം നമുക്കൊരിക്കലും നഷ്ടമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഹബീബിനോട് കൂടുതൽ അടുക്കാനും അവിടുത്തെ പൊരുത്തം കരസ്ഥമാക്കാനും നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.